ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് സിനിമയുടെ മിഥുൻ മാനുവൽ ആഫ്റ്റർ അഞ്ചാം പാതിര നമുക്കുണ്ട് ഇന്ന അത് പറയാതിരിക്കുന്നതല്ലേ നല്ലത്. ഓസ്ലർ പിടിച്ച് നിൽക്ക്. പക്ഷെ അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ജയറാമേട്ടൻ്റെ ചേഞ്ച് മനസ്സിലാവും. ഈ രൂപവും ആ രൂപവും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വെറും സസ്പെൻസ് ആണ് നിങ്ങളോട് പൊളിച്ചതല്ലോ അല്ലേ? ആ ചുറ്റിക വന്ന തലേ വീഴുന്ന ആ ഒരു സീൻ എന്റെ നിർബന്ധം കൊണ്ട് മാത്രം സിദ്ധിക്കെടുത്താണ്. നീ വരയ്ക്കണ്ട, വരച്ചോണ്ടിരിക്കില്ല. ചക്കീനെ ആണെങ്കിലും കണ്ണനെ ആണെങ്കിലും ഡേറ്റ്സിനൊക്കെ പാർവതി ചേച്ചി ഒരുക്കി വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അച്ഛനും അമ്മയും കണ്ടല്ലേ അവർ വളരുന്നത്. എന്തിനൊക്കെ തോപ്പിച്ച പ്രേമമായിരുന്നു ഞങ്ങളുടെ 5 വർഷത്ത്. ഒരു ഇടയ്ക്ക് കൂട്ടുകാരനായിട്ട് ഒരു അമ്പലത്തിൽ വെക്കും. എന്താ ഈ ജോലി വല്ലതും ആയോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. എന്നാ പിന്നെ എന്നാ പിടിച്ചോളൂ, ചോറുമായിട്ട് വീട്ടിലേക്ക് കൂടെ. അങ്ങനെ ഒരു ഒറ്റ സീനുള്ളൂ. അതെന്തിനാ പോയെന്ന് വെച്ചാൽ എന്റെ ഭാര്യയാണ് ഹീറോയിൻ. അല്ലേ അശ്വതി കാണാൻ വേണ്ടിട്ട് പോയി, അതിന് വേണ്ടി പോയിട്ട് വിത്ത് ഉരുളിയായിട്ട് പോയിട്ട് കിടന്നിട്ട് അതിനുവേണ്ടി പോയത്. മണി ഒരു ഇത് പറയും, അതിനൊരു അർത്ഥം പറഞ്ഞു തരും. നല്ല ആരാവതു. അതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഒബ്രു മജു എന്നൊക്കെ പറയില്ലേ. പ്രഭാസ് സാറൊക്കെ ആയിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണ്? റെസ്പെക്ട്. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന റെസ്പെക്ട്, മമ്മൂട്ടിയും മോഹൻലാലും നമുക്ക് ഉണ്ടാക്കി തന്ന റെസ്പെക്ട് ആണ്. ജയറാമേട്ടൻ എപ്പോഴും സെറ്റിൽ തമിഴ് അങ്ങ് கொஞ்சம் நல்லபடியா சொல்லுங்கோ. அந்த ஜெயராம் அப்படி ரொம்ப பெரிய ஆளாக்கும். அந்த ஆளு ரொம்ப பெரிய ஆளு. சொல்லுங்கோ சொல்லுங்கோ சொல்லுங்கோ. அதுதான். ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു സിനിമ ഡാഡി. ഓസ്ലർ എന്ന മൂവിന്റെ വിശേഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നു പ്രിയ താരങ്ങൾ സെന്തിൽ കൃഷ്ണ ആൻഡ് ജയറാമേട്ടൻ. ഹലോ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിശേഷം തന്നെ. ചെറിയൊരു ക്ഷീണമുണ്ടോ? പ്രൊമോഷൻസ് ഇങ്ങനെ കൊടുത്ത് ക്ഷീണം ഇല്ലാകില്ല, നമുക്ക് കുറച്ച് സമയം എനർജറ്റിക് ആയിട്ടിരിക്കാം. നിങ്ങളും കൂടെ കുറച്ച് എനർജി ആയിരുന്നു. 2024 ഹോസ്റ്റലിന്റെ റിലീസ് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷം. ഹോസ്റ്റലിന്റെ വിശേഷത്തിലേക്ക് വരാം. നമുക്ക് ശരിക്കും ആ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതായത് മിഥുൻ മാനുവൽ സാറിന്റെ ഒരു ഡയറക്ഷൻ. ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് അത് തന്നെയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് സിനിമയുടെ മിഥുൻ മാനുവൽ ആഫ്റ്റർ അഞ്ചാം പാതിര. അത് തന്നെയാണ് ഏറ്റവും. അതിന്റെ അപ്പുറം വേറൊരു സാധനമുണ്ട്. അത് മറ്റൊന്നല്ല, അതായത് ജയറാമേട്ടൻ്റെ ഒരു മച്ച് അവൈറ്റഡ് കംബാക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന സിനിമയാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് എങ്ങനെയായിരിക്കും ഓസ്ലർ നമുക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ? ഓസ്ലർ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അത് ജനങ്ങളെ പറ്റിക്കുന്ന പോലുള്ള ഒളിപ്പിക്കുന്നല്ലേ പറഞ്ഞു. ജനങ്ങൾക്കറിയാം ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നാലും ഒരു സസ്പെൻസ് അതിനകത്ത് കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ത്രില്ലർ ആയതുകൊണ്ടും, ഒരു മെഡിക്കൽ ത്രില്ലർ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ളൊരു സിനിമയായതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കില്ലേ അന്നത്തെ ദിവസത്തേക്കുള്ള സസ്പെൻസിന് വേണ്ടിയിട്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇമോഷണൽ ഡ്രാമ. ഓക്കെ, അതില് ജയറാമേട്ടൻ എന്തെങ്കിലും ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. മമ്മൂക്കിയുള്ള കാര്യം എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചു? അല്ല, അത് ഞാൻ പറയുന്നത് ഇപ്പൊ മമ്മൂക്കുണ്ട് തന്നെ വിചാരിക്കുക. അത് മമ്മൂക്കുണ്ട് ഇന്ന അത് പറയാതിരിക്കുന്നതല്ലേ നല്ലത്. പറയാതെ ഓഡിയൻസിന് വന്ന് അതിന്റെ ആ സസ്പെൻസ് അതെന്തിനാ കളയുന്നത്? പക്ഷേ നമുക്ക് ട്രെയിലറിൽ കിട്ടിയില്ല ഒരു ഡബിൾസ് ഓൾട്ടർനേറ്റീവ്. എന്റെ ഇങ്ങോട്ട് നോക്കണ്ട, ചോദിക്കുന്നത് വേണ്ട. ഞാൻ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ 4-5 ക്ലോസ് കട്ട് ചെയ്ത് കളയുന്നു മിഥുൻ ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താണ് സെന്തിലേട്ടന്റെ ക്യാരക്ടർ? എന്താണ് മൂവിയിൽ? ഞാൻ ഇതിനകത്ത് ജയറാമേട്ടന്റെ ഓസ്ലർ എന്ന് പറയുന്ന ഞങ്ങൾ രണ്ടുപേരും പോലീസുകാർ തന്നെയാണ്. അപ്പോൾ ജയറാമേട്ടന്റെ കൂടെ കേസ് അന്വേഷണത്തിൽ കൂടെ ത്രൂട്ടുണ്ട്. അതേമായിട്ട് ഭയങ്കര സെന്തിൽ ഇന്ന് വരെ ചെയ്തിരുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സിലൊന്നായിരിക്കും. സെന്തിൽ മണി ചെയ്ത ടൈപ്പ് ഓഫ് തമാശകളും മറ്റേതും അങ്ങനത്തെ പല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇതൊരു അല്ലേ. അതെ, ജയറാമേട്ടൻ പടത്തിന്റെ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു നമുക്കൊരു റിയൽ പോലീസുകാരൻ തന്നെയാന്ന് തോന്നുന്നു. കേരളത്തിലെ ഏതോ ഒരു സ്റ്റേഷനിലുള്ള ഒരു പോലീസുകാരൻ തന്നെയാന്ന് തോന്നുന്നു. അപ്പോഴാണ് പിന്നെ റിയൽ ലൈഫിൽ പോലീസ് വേഷം ഇപ്പോൾ ജോലി ഇഷ്ടമായിട്ട് പോയതാണ് സെലക്ഷൻ. PSC ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. അല്ല, എനിക്ക് ആദ്യം കിട്ടിയത് കണ്ടക്ടർ ജോബാണ്. അപ്പം അത് കിട്ടിയപ്പോഴത്തേക്ക് അതിലേക്കാണ് ഞാൻ ആദ്യം പോസ്റ്റിംഗ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അതാകുമ്പോൾ ഞാൻ അന്ന് സീരിയലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം ചാനൽ പ്രോഗ്രാം ഉണ്ട്, സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് കണ്ടക്ടർ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ലീവ് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ അതിലേക്ക് പോയതാണ്. പിന്നെ പോലീസ് കയറി സെലക്ഷനായി. അപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി തീരുമാനമെടുത്ത് നിന്നപ്പോഴത്തേക്ക് എന്നോട് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു, അളിയാ പെട്ടുപോകും, 9 മാസം ട്രെയിനിങ് ഉണ്ട്, നിന്റെ ബാക്കി പരിപാടികളൊന്നും നടക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കണ്ടക്ടറാണ് കുഴപ്പമില്ലാതെ നമുക്ക് പറ്റുന്ന ഒരു ജോലി എന്ന് വിചാരിച്ചിട്ട്. കണ്ടക്ടർ ആകുമ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് പോകാമല്ലോ. ഒരു ക്രൈം ത്രില്ലർ മൂവിന്ന് ഒരു കോൾ വരുന്ന സമയത്ത് നമുക്ക് ഓക്കെ ആ ഒരു ക്യാരക്ടർ ചെയ്യാം. അപ്പോൾ പോലീസിന്റെ വേഷം ഇഷ്ടമാണെന്ന് പറഞ്ഞു, എന്നാലും ആ ഒരു ക്യാരക്ടർ ചെയ്യാം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടാവുമല്ലോ. അതെന്തായിരുന്നു ഈ ഓസ്ലർ എന്ന് ചോദിച്ചു? മിഥുൻ മാനുവൽ തോമസ്. ഓക്കെ,
മിഥുൻ ചേട്ടൻ്റെ പടമാണെന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായ പ്രിൻസ് എന്നെ വിളിക്കുന്നത്. പ്രിൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മിഥുൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, മിഥുൻ ചേട്ടൻ വിളിക്കും, അതിന് മുന്നേ ഒരു ചെറിയ സംഭവമാണ്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കേട്ടാന്ന് പറഞ്ഞു. ഇത് വായിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ത്രില്ലായി, ഒറ്റ സ്ട്രെച്ചിന് കംപ്ലീറ്റ് വായിച്ച് തീർത്തു. എന്നിട്ട് ഇതിനകത്ത് സിജോ എന്ന് പറയുന്ന ക്യാരക്ടർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നോക്കിയപ്പോൾ അവന് ചെറിയ ക്യാരക്ടർ എന്നാണ് പറഞ്ഞത്, നോക്കിയപ്പോഴത്തേക്കും അത് അവസാനം വരെയുണ്ട്. അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതാണോ നീ പറഞ്ഞ ചെറിയ ക്യാരക്ടർ. അങ്ങനെയാണ് ഇതിലേക്ക്. പിന്നെ ജയറാമേട്ടനുണ്ട്, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. ജയറാമേട്ടൻ്റെ അടുത്തുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ബിക്കോസ് ജയറാമേട്ടൻ ഒരു ഭയങ്കര ഫണ്ണി ആയിട്ട് നമുക്ക് ഭയങ്കര വിനയമുള്ള ഒരാളാണ്, എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടത്തുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അതുപോലെ തന്നെയായിരുന്നു. ഒരു വലിപ്പ ചെറുപ്പമൊന്നും ഇല്ലാണ്ട് ഒരു വലിയ സീനിയർ ആണെന്നുള്ള ഒരു ഇതുമില്ല. എന്നെ എപ്പോഴും എന്താ പറയുക, ഞാനങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ എന്നെ വിളിക്കും, സെന്തിൽ വാ നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഴയ സിനിമകളിലെ തമാശകൾ, ലൊക്കേഷനിൽ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ്. ഞാൻ ജയറാമേട്ടൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജയറാമേട്ടൻ കോമഡി കഥാപാത്രമായിരുന്നു. അപ്പോൾ ഫുൾ ടൈം ഹ്യൂമറാണ്, സെറ്റിലും ഹ്യൂമറാണ്, കംപ്ലീറ്റ് ഹ്യൂമറാണ്. അപ്പോൾ അങ്ങനത്തെ ജയറാമേട്ടനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഹോസ്റ്റലിലേക്ക് വരുമ്പം അതൊരു സീരിയസ് കഥാപാത്രമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജയറാമേട്ടൻ സെറ്റിൽ ഇത്തിരി സീരിയസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഈ മനുഷ്യൻ ഷോട്ടിന് തൊട്ട് മുന്നേ വരെയും അന്യായമായ കോമഡി, ആക്ഷൻ പറയുമ്പോൾ ആള് മാറും, ഹോസ്റ്റലാവും. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ഡയറക്ടർ ജയറാമേട്ടനെ പറയും ഇങ്ങനെ കളിച്ച് ചിരിച്ചിങ്ങനെ നടക്കുക, ജയറാമേട്ടാ ഹോസ്റ്റലർ പിടിച്ചു നിൽക്ക് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ തേനീശ്വർ സാറ് തമിഴാണ്. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജയറാമേട്ടനെ എപ്പോഴും സെറ്റിൽ തമിഴ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് പിന്നെ എല്ലാവരും തമിഴ് സംസാരിക്കാൻ തുടങ്ങി. ഞാനും സെന്തിലും കൂടി തുടങ്ങിയതാണ്. പിന്നെ മിഥുൻ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോഴും ജയറാമേട്ടനെ എപ്പോൾ കണ്ടാലും മിഥുൻ ചേട്ടനെ കണ്ടാലും അതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അത് കണ്ടതിന്റെ ഒരു ഇതിൽ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടപ്പോഴാട്ടോ ഓർത്തത്. ഇപ്പം ജയറാമേട്ടന്റെ കുറെ ട്രോൾസ് കാര്യങ്ങള് നമ്മള് സ്റ്റിക്കേഴ്സ് ഒക്കെ കാണാറുണ്ടല്ലോ. ഇപ്പൊ ഞാൻ കണ്ടായിരുന്നു കാളിദാസ് ആണ് എല്ലാം ഷെയർ ചെയ്തായിരുന്നു പറഞ്ഞത്. പക്ഷെ അറിഞ്ഞായിരുന്നോ ഇപ്പൊ ലേറ്റസ്റ്റ് എടുത്ത ഒരു ഇന്റർവ്യൂവിൽ ഓരെണ്ണം ഇതുപോലെ കയറി ഇങ്ങനെ വൈറലായിട്ടൊരു ട്രോളായിട്ട് ഇങ്ങനെ പയ്യെ പോയി ഇതല്ലേ നിങ്ങൾ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ സലാം കാശ്മീരിലെ ഒരു പ്രൗഡ് മൊമെന്റ് പോലത്തെ. ശരിക്കും അത് ജയറാമേട്ടൻ ശരിക്കും പ്രൗഡ് ആവുന്നതാണോ? അത് നമ്മുടെ സ്ഥായിയായ ഭാവം അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോ എവിടെയെങ്കിലും വിഷമം ഉണ്ടാവും? എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. നമ്മുടെ ഓസ്ലറിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ക്രൈം ത്രില്ലർ ആകുമ്പോൾ ഉണ്ടല്ലോ, അതിന് പല പ്ലോട്ടുകൾ ഉണ്ടാവും. ആ ഓരോ പ്ലോട്ടും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ സ്വീകരിക്കാനും അത് പെർഫോം ചെയ്യാനും എത്രത്തോളം ഈസി ആയിരുന്നു ആ ഒരു പ്രോസസ്സ്? അല്ല, ഇതിൻ്റെ ആദ്യം കഥ കേട്ടത് തൊട്ട് ഞാൻ മിഥുനോട് ചോദിച്ചതാണ് എന്തൊക്കെ പ്രിപ്പറേഷനാണ് വേണ്ടതെന്നുള്ളത്. ഈ കാണുന്ന രൂപമില്ലേ, നോക്കിയോളൂ, നരച്ച താടിയും രൂപവും കുറച്ച് കൊടവയറും, മൊത്തത്തിൽ അയാളുടെ ലൈഫിൽ അയാളിപ്പോൾ ഗോ ത്രൂ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇതാണ്. ഒരാൾക്ക് സംഭവിച്ചാൽ ചിലപ്പോൾ അയാൾ ജീവിച്ചിരിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ രൂപം ഇങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് കുറച്ച് ടൈം എടുത്തു ഈ രൂപമാക്കി എടുക്കാനും എല്ലാം. പക്ഷേ ഈ രൂപത്തിൽ നിന്ന് ജയറാമേട്ടൻ മാറുന്നുണ്ട്. അത് വളരെ കുറച്ച് സമയം കൊണ്ട് ജയറാമേട്ടൻ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ എന്താ പറയുക സിനിമയിൽ തന്നെ ഉണ്ട്. അല്ല അത് സസ്പെൻസ് അല്ല. പക്ഷെ അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ജയറാമേട്ടൻ്റെ ചേഞ്ച് മനസ്സിലാവും. ഈ രൂപവും ആ രൂപവും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വെറും 15-20 ദിവസത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് ജയറാമേട്ടൻ ആ ഒരു മേക്ക് ഓവറിലേക്ക് വന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവോ? കണ്ടു നോക്കൂ. ഉറപ്പായിട്ടും. നമ്മുടെ മലയാള സിനിമയിൽ കുറെ ത്രില്ലർ മൂവീസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പം മിഥുൻ സാറിന്റെ ആണെങ്കിൽ 5-ാം പാതിരയ്ക്ക് ഇങ്ങനെ അതിന്റെ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന മൂവിയാണല്ലോ. ഒരു ബന്ധമില്ല. എന്നാലും ഈ ഓസ്ലർ എന്ന് പറയുന്ന ഒരു മൂവി ആ ഒരു ജോണറിലേക്ക്, നമ്മുടെ മലയാള സിനിമയിലെ ത്രില്ലർ ജോണറിലേക്ക് കൊടുക്കുന്ന ഒരു സംഭാവന എന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ? അല്ല, ഇന്ന് ഒരുപക്ഷെ അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ താല്പര്യമുള്ള, ആ സിനിമകൾ ചെയ്യൽ സക്സസ് ആക്കിയിട്ടുള്ള ആളാണ് മിഥുൻ. മിഥുൻ്റെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവില്ലേ. ചിലവർ ഫാമിലി പടങ്ങൾ ചെയ്യുന്നു, ചിലവർ മറ്റേ ടൈപ്പ് ചെയ്യുന്നു, ചിലവർ ഹ്യൂമറസ് ആയിട്ടുള്ള പടങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ മിഥുൻ്റേതായിട്ടുള്ള ഒരു സേഫായിട്ടുള്ളൊരു ഇതാണിത് ഈ ത്രില്ലർ. അതൊരു നോർമൽ ഒരാൾക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു സംഗതി ത്രൂ ഔട്ട് ഒരു 2.5 മണിക്കൂർ നേരത്തേക്ക് ഒരു ജനത്തെ പിടിച്ചിരുന്ന രീതിയിൽ കൊണ്ടുപോകാന്ന് പറയുന്നത്. പിന്നെ മിഥുനെ സംബന്ധിച്ചിടത്തോളം മിഥുൻ എല്ലാ ടൈപ്പ് സിനിമയും ചെയ്യുന്ന ആളാണ്. ആട് പോലത്തെ സിനിമയും ചെയ്യും, ഇതും ചെയ്യും, ഓം ശാന്തി ഓശാനയും ചെയ്യുന്നുണ്ട്, അപ്പുറത്തത് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ഓഫ് സിനിമ മാറി മാറി ചെയ്യുന്ന ഒരു നല്ല ടെക്നീഷ്യനാണ്. അപ്പോൾ ഇതും അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു
കരിയർ ബെസ്റ്റായിട്ട് പറയാവുന്ന സിനിമകളിലൊന്നും തന്നെയായിരിക്കും. ഓക്കെ, ഈ ഒരു ത്രില്ലർ മൂവി ആയതുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ. ഇപ്പം സ്വാഭാവികമായിട്ടും കുറച്ച് ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ സെറ്റിൽ എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? എന്നും ഞങ്ങൾക്ക് മെമ്മറബിൾ തന്നെയാണ്. പിന്നെ എല്ലാത്തിൽ നിന്നും നമുക്ക് തമാശകൾ കണ്ടെത്താനും സന്തോഷങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ. ഞാൻ അങ്ങനെയാണ്. നമ്മളിരിക്കുമ്പോൾ നമ്മൾ ആ പരിസരത്ത് നിന്ന് തന്നെ നമുക്ക് ആ സന്തോഷങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഇത് കഴിഞ്ഞാലും അതേപോലെയാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങളൊരു സ്ഥലത്ത് കസേര ഇട്ടിരുന്നാൽ അവിടുത്തെ എന്തെങ്കിലും തമാശ തുടങ്ങും ഞങ്ങൾ. ചിലപ്പോൾ വീട്ടുകാരനായിരിക്കാം, അതായിരിക്കാം, സാധനങ്ങളായിരിക്കാം. അവിടെ അതിൽ നിന്ന് തുടങ്ങി ചിരി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജയറാമേട്ടൻ അത് റിലേറ്റ് ചെയ്ത് പഴയ നടന്ന ലൊക്കേഷനുകളിലെ സംഭവങ്ങൾ അത് വെച്ച് ഇപ്പോൾ ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹത്തിന് ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് ജയറാമേട്ടൻ്റെ ഒരു കോമഡി ഉണ്ടാക്കി ഇമിറ്റേറ്റ് ചെയ്യോ അങ്ങനെ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ? ചിലവർ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ, ശബ്ദം, നടത്തം, എന്തെങ്കിലും ഒന്ന്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയാൽ അത്. അല്ലെങ്കിൽ നമുക്ക് എന്താ അറിയുമോ, ഒരേ ജോലിയല്ലേ ചെയ്യുന്നത്. രാവിലെ തൊട്ട് രാത്രി വരയ്ക്കും, ചിലപ്പോൾ ഫുൾ നൈറ്റും ഒരേ ജോലിയാണ് ഈ 10-35 വർഷത്തിന് മുകളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ തമാശകളില്ലെങ്കിൽ ബോറടിച്ചു പോകും. സെന്തിലേട്ടന് എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും? ചെന്തിലിന് അങ്ങനെ ഇല്ല, ഞങ്ങളില്ല, അങ്ങനെ ഇല്ല, ഞങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ബാക്കി ഞങ്ങൾ അല്ലാതെ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് വേറെ ആൾക്കാരെ കാണിക്കാറുണ്ട്. അതെ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ചെയ്യാൻ പറ്റും ആരെങ്കിലും ഒരാളുടെ? നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് എന്തെങ്കിലും കാണാൻ വേണ്ടിട്ട്. അങ്ങനെയില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് നമ്മളിലുള്ള ഒരു അതാണ്. നിങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോഴേ ചെയ്യുള്ളൂ, നമ്മളുള്ളപ്പോൾ ചെയ്യില്ല. അതുകൊണ്ടല്ല, ചിലപ്പോൾ അവിടെ ആ ലൊക്കേഷനിൽ ആ ചിരി അത് രസമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അല്ലാണ്ട് പറയുമ്പോൾ ഓക്കെ, നമുക്ക് ഒരു കുറച്ച് പുറകോട്ടേക്ക് പോവാം. അതായത് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ ഒരു സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു മൂവിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു സീനായിരുന്നു ആ ചുറ്റിക വന്ന് തലേ വീഴുന്ന ആ ഒരു സീൻ. അപ്പൊ ആ ഒരു സീൻ ശരിക്കും മൂവിയുടെ ലെങ്ത് കൂടി പോയതുകൊണ്ട് ഇല്ലായിരുന്നു. ആൻഡ് ജയറാമേട്ടന്റെ നിർബന്ധം കൊണ്ട് മാത്രം സിദ്ധിക്കെടുത്താണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ആ ഒരു സിനിമ ആ ഒരു സീൻ കണ്ടപ്പോഴത്തേക്ക് ഓക്കെ, ഇത് ആൾക്കാർക്ക് അത്രയും വർക്ക് ആവും, ഇത് ഒഴിവാക്കാൻ പാടില്ല. എന്തായിരുന്നു അങ്ങനെ ഒരു തോന്നാൻ കാരണം? 2 കാരണങ്ങളായിരുന്നു. ഒന്ന്, എനിക്ക് ഒരു തമിഴ് പടത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പോകണം. അപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് നിർത്തണം. അപ്പോൾ ടോട്ടലി അത്രയും ആർട്ടിസ്റ്റുകളും എല്ലാവരും മദ്രാസിൽ ഒരു വലിയ പാലസ് ഉണ്ട്, ഇപ്പം ഇല്ലാതെ, അവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സമ്മർ പാലസാണിത്. അപ്പോൾ അവിടെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ അത്രയും പേര് ഒരു ദിവസം 1.5 ദിവസം വെറുതെ ഇരിക്കണം. അപ്പം ഞാൻ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചു, ആ വേണ്ടാന്ന് പറഞ്ഞൊരു മാറ്റി വെച്ച സീനില്ലേ, അയ്യോ അത് വേണ്ട, ഇപ്പം തന്നെ ലെങ്ത് ഭയങ്കര കൂടുതലാണ് സിനിമയ്ക്ക്. ഞാൻ പറഞ്ഞു അത് തിയേറ്ററിൽ വർക്കൗട്ടായില്ലെങ്കിൽ ഞാൻ എൻ്റെ ഇത് വെച്ച് പറയണം. അങ്ങനെ നിർബന്ധിച്ച് ഞാനാണ് പറഞ്ഞത്. ആ ഒരു ദിവസം ഷൂട്ടിംഗ് ഇല്ലാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ജയതി ചേട്ടൻ്റെ തലേ ചുറ്റി വീഴുന്ന സീൻ, ആ സീനിൽ ഞാൻ ഇല്ലാത്തത് കൊണ്ടാണ്. ചോദിക്കുന്നുണ്ട് അവൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്, അവൻ അപ്പുറത്ത് ഉരച്ചോണ്ടിരിക്കാന്ന് പറയുന്നുണ്ട്. ഞാൻ ഇല്ലാല്ലേ. എന്നിട്ട് 3 പേരും കൂടി പുറത്തോട്ട് തള്ളുന്നതിന് അടുത്ത ദിവസം ഞാൻ വന്നു, അതിൽ ഞാനുണ്ട്. ഇനി കണ്ടുപോരുത്, ഒരെണ്ണം ഇതിനകത്ത് കാല് വെച്ച കാലി ഞാൻ തല്ലി ഓടിക്കുന്നു പറഞ്ഞിട്ട് ജഗതി ഞങ്ങളെ 3 പേരും കൂടി പുറത്തേക്ക് ഉള്ള. അപ്പോഴാണ് ആ പ്രാവിന്റെ കയ്യിൽ വന്നിരിക്കണൊക്കെ, കത്ത് വരുന്ന പ്രാവൊക്കെ എന്റെ കയ്യിൽ വന്നിരിക്കുന്നത്. എന്തൊരു സീനായിരുന്നു അല്ലേ അത്. നീ പറിക്കണ്ട, നീ അപ്പുറത്തോട്ട് ഉരച്ചോണ്ടിരിക്കില്ല. അയ്യോ ചവരന് വിത്തിക്ക് നോവും മോരക്കട. ഞങ്ങളിത് പൊക്കിക്കൊണ്ട് പോവായിരുന്നു. മഹാരാജാവേ ഇപ്പം പഴയ സിനിമയുടെ കാര്യം പറഞ്ഞോണ്ടാണ് കേട്ടോ, എപ്പോഴെങ്കിലും ജയറാമേട്ടനെ കാണുമ്പോൾ എനിക്ക് ചോദിക്കണമെന്ന് ഭയങ്കര പേഴ്സണൽ ആയിട്ട് ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സമ്മറിൻ ബദ്ലഹേമിലെ ആ ഒരു പൂച്ചക്കുട്ടീനെ അയച്ചതായിരുന്നു. നമ്മളെ ഭയങ്കര കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് നോക്കി, നെയിൽ പോളിഷിന്റെ കളർ വെച്ചിട്ട് ഓക്കെ ഇന്ന ആളായിരിക്കും അല്ലെങ്കിൽ ഇന്ന ആളായിരിക്കും. അങ്ങനെ നെയിൽ പോളിഷിന്റെ കളർ വെച്ച് നോക്കി. ആ പിന്നെ കുറെ യൂട്യൂബിലൊക്കെ കുറെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഉണ്ട്. അതായത് കൈ ഇങ്ങനെയായിരിക്കും, ഹെയർ ഇത്രയും ലെങ്ത് വന്നിട്ടുണ്ട്, അപ്പൊ ഇന്ന ആളായിരിക്കും. എല്ലാവരും ഇതിന്റെ പുറകിൽ ഇത്രയും തലമുറ നടക്കുമ്പോ നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്ന മോശമല്ലേ? ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അതിന്റെ പുറകിലുള്ള അന്വേഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് അങ്ങനെ കൊണ്ടേ നിർത്തരുതായിരുന്നു എന്നൊരു അഭിപ്രായം. ശരിക്കും ആരായിരുന്നു ആ ഒരു പൂച്ചേനെ അയച്ചത്? സത്യമായിട്ട് അറിയില്ല, സിബിക്കും അറിയില്ല, എനിക്കറിയില്ല, എല്ലാം അറിയില്ല. അത് അങ്ങനെ ഇരിക്കട്ടെ. അത് ഇനി അതിന്റെ ഒരു വേറെ ബാക്കി ഭാഗം ഉണ്ടാക്കണം തോന്നിയല്ല, അത് ആ സസ്പെൻസ് അങ്ങനെ ഇരിക്കട്ടെ. നമ്മളായിട്ട് വന്നു കൂടാകില്ല, അത് പറയാൻ പറ്റില്ല. സുരേഷ് റെഡി ആണെങ്കിൽ, മഞ്ജു റെഡി ആണെങ്കിൽ
സുരേഷ് ഇസ് ദയർ, മഞ്ജു ഇസ് ദയർ, മോഹൻലാൽ ഇസ് ദയർ, മൈസെൽഫ് ഇസ് ദയർ, ബാക്കി എല്ലാവരും ഉണ്ട്. നോക്കാം. ശ്രമിക്കാമെന്ന്. അതെ അതെ, പാവം മണി മാത്രമാണ് ഇല്ലാത്തത്. ഇനി പേഴ്സണൽ ലൈഫിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ ഇപ്പം ജയറാമേട്ടൻ്റെ ലൈഫിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്സിലോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് 2 കുട്ടികളോട് കൂടിയിട്ട് ജീവിതത്തിലേക്ക് കയറി വന്നിരിക്കുകയാണ്. അല്ല, എനിക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാർവതി ചേച്ചി ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചക്കീനെ ആണെങ്കിലും കണ്ണനെ ആണെങ്കിലും ഡേറ്റ്സിനൊക്കെ പാർവതി ചേച്ചി ഇതിനെ ഒരുക്കി വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് വരൂ, എൻജോയ് ചെയ്തിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടിരുന്ന ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഒരു ദിവസം മക്കൾ വന്നിട്ട് ഓക്കെ എനിക്ക് ഒരു റിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് ജയറാമേട്ടൻ്റെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? എന്താ, ഒരിക്കലും ഒന്നും ഇതില്ല. അച്ഛനും അമ്മയും കണ്ടല്ലേ അവർ വളരുന്നത്. ഞങ്ങൾ രണ്ടുപേരും എന്തിനെയൊക്കെ തോപ്പിച്ച പ്രേമമായിരുന്നു ഞങ്ങളുടെ 5 വർഷത്ത്. അപ്പോൾ ഇപ്പോഴാണ് അവരാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ 100% സന്തോഷമാണ്. താരൂര് ഞങ്ങൾ ലിറ്റിൽ എന്നാണ് വിളിക്കുക. ലിറ്റിൽ അതെന്തോ തുടക്കം തൊട്ട് ലിറ്റിലിന് വിളിച്ച് താരണി കാലിങ്കരായർ എന്നാണ് പേര്. സോ ലിറ്റിലിന് വിളിച്ചപ്പോൾ അത് അങ്ങനെ ഒരു പേരായി വീട്ടില്. ഈ ഇന്റർവ്യൂ ഇറങ്ങുന്നതോടുകൂടി ഇനി എല്ലാവരും ലിറ്റിൽ. ഞാനേ ഒരു 3 ഫോട്ടോസ് കാണിച്ചോട്ടെ, ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അദ്വൈതം. പ്രിയന്റെ ആകെ ഒരു സിനിമയിലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ, അത് ഇതായിരിക്കണം, അദ്വൈതം. ലാൽ സാറിന്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയല്ല. ആദ്യം എനിക്ക് തോന്നുന്നു ഉത്സവ പിറ്റേന്ന്, അല്ല അത് ഇത് കഴിഞ്ഞാണോ അതിന് മുമ്പാണ്, എനിക്ക് ഓർമ്മയില്ല. ഉത്സവ പിറ്റേന്നൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഉത്സവ പിറ്റേന്നൊരു സിനിമയിൽ അഭിനയിക്കാൻ കാരണം ഒന്നുമില്ല. ആ സിനിമ കണ്ടിട്ടുണ്ടോ? അതിലാകെ എനിക്കെന്തോ ഒരു സീനേ ഉള്ളൂ. ഒരു ഇടയ്ക്ക വീട്ടുകാരനായിട്ട് ഒരു അമ്പലത്തിൽ നിൽക്കും. എന്താ ഈ ജോലി വല്ലതും ആയോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. എന്നാ പിന്നെ എന്നാ പിടിച്ചോളൂ, ചോറുമായിട്ട് വീട്ടിലേക്ക് കൂടെ, അങ്ങനെ ഒരു ഒറ്റ സീനുള്ളൂ. അതെന്തിനാ പോയെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയാണ് ഹീറോയിൻ. അതില് അശ്വതി കാണാൻ വേണ്ടിയിട്ട് പോയി, അതിന് വേണ്ടി പോയിട്ട് വിത്ത് ഉരുളിയായിട്ട് പോയിട്ട് കിടന്നിട്ട് അതിന് വേണ്ടി പോയതാ. വിത്ത് ഉരുളി അത് സീനുണ്ട്. ഇത് അദ്വൈതം. പ്രിയന്റെ കൂടെ ചെയ്ത പടം, ലാൽ സാറിന്റെ കൂടെ ചെയ്ത്. പിന്നെ ഇതിനകത്ത് അദ്വൈതത്തിൽ ഒരു ഷോട്ട്, ഒരു മാഗസിൻ ഫുള്ളായിട്ട് 300 അടി ഷോട്ട് ഞാൻ ഒറ്റ ഷോട്ടിൽ ചെയ്തിട്ടുണ്ട്. ഒറ്റ ഇതിൽ ഡബ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻട്രഡക്ഷൻ ഫസ്റ്റ് ലാല് വന്ന് എന്നെ അന്വേഷിക്കുമ്പോൾ ഒരു ലെങ്തി ഡയലോഗ് ഉണ്ട്. അത് തന്നെ, ഒരു മരുന്ന് കച്ചവടം പോലെ. അത് തന്നെ. ധ്രുവം. മന്നാടിയാർ ഇപ്പോഴും മലയാളികൾക്ക് ഇഷ്ടമല്ലേ? അതാണ് 2 ജോഷ് സാറിന്റെ കൂടെ. പിന്നെ ഇതിന്റെ ഓർമ്മകൾ എന്താണ്? മെയിനായിട്ട് ഇതാണ്, രണ്ടുപേരും നല്ല ഒരേപോലെ ജുബായിട്ട് നടന്നു വരുമ്പോൾ നല്ല ചേട്ടനും തന്നെ പറയില്ലേ? ഇങ്ങടാ സമറിൻ ബെത്ലഹേം. പൂച്ചക്കുട്ടി മിസ് ചെയ്യുന്നത് ഇതാണല്ലേ? പാവം മണിയാണ് മിസ് ചെയ്യുന്നത് അല്ലേ? 5 കസിൻസ് ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು പേഴ്സണൽ ആശയല്ല നിനക്കേ സിഗത്തെ. ആ ഡയലോഗ് ഇപ്പോഴും കാണപ്പെടാണ്. അതിന് മണി ഒരു ഇത് പറയും, അതിനൊരു അർത്ഥം പറഞ്ഞു തരും. 5 കസിൻസ് ನಲ್ಲಿ ಯಾರಾவது, അതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഒബ്രു മധുവെ, മധു എന്ന് പറഞ്ഞ മദ്യം, ഒബ്രു എന്ന് പറഞ്ഞ കർണാടകത്തിൽ മാത്രം കണ്ടുവരുന്നൊരു മദ്യം. മാടിക്കൊണ്ടേ ഒബ്രു മധു എന്നൊക്കെ പറയില്ലേ? ഒബ്രു മധു. ആ മധു അല്ല, ഇത് മധു. വെള്ളം ഇനി ഉണ്ടാ ഇല്ല. ഇപ്പം ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജയറാമേട്ടനാണെങ്കിൽ മമ്മൂക്കേൻ്റെ ഒപ്പം ഒരു കോമ്പിനേഷൻ സീൻ വരുന്നു, ലാലേട്ടൻ്റെ ഒപ്പം ഒരു കോമ്പിനേഷൻ സീൻ വരുന്നു, സുരേഷ് ഏട്ടൻ്റെ ഒപ്പം ഒരു സീൻ വരുന്നു. ഇപ്പം ഞാനാണെങ്കിൽ ഓസ്ലറിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് അതിൽ കമൻറ്റ് ബോക്സിൽ കണ്ടൊരു കാര്യമാണ്, ഇപ്പോഴും നമ്മുടെ മലയാള സിനിമയുടെ നെടുന്തൂണായിട്ട് നിൽക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെയാണ്. ഇപ്പം അത്തരത്തിലൊരു കമൻസ് കേൾക്കുമ്പോൾ, അതായത് ഇത്ര വർഷം കഴിഞ്ഞിട്ടും നിങ്ങളാണ് അവരുടെ ബാക്ക് ബോൺ മലയാള സിനിമയുടെ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താണ് ജയറാമേട്ട? എന്താ പറയുക, അതിനൊക്കെ എന്തുമാത്രം സന്തോഷം, അല്ലെങ്കിൽ മലയാളികളോട് നമ്മൾ എത്രമാത്രം നന്ദി പറയണം എന്നുള്ളത്, അതല്ലേ ഉള്ളൂ. കുഴപ്പമില്ല. ഇത്രയും കാലം പ്രത്യേകിച്ച് എപ്പോഴും പറയും, മലയാളികൾ ഒന്നിനെ സ്നേഹിച്ചാൽ അങ്ങേറ്റം സ്നേഹിക്കും. അത് എത്ര കാലമാണെങ്കിലും അവരത് കൊണ്ടു കിടക്കുന്നു പറയുന്നത് ഭയങ്കര. ഈ മലയാളികളുടെ സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം ജയറാമേട്ടൻ എവിടെ ചെന്നാലും, ഇപ്പം തെലുങ്കിൽ ചെന്നാലും തമിഴിൽ ചെന്നാലും ജയറാമേട്ടന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ പ്രൗഡാണ്. അതായത് നമ്മുടെ ജയറാമേട്ടനെ അവിടെ ചെല്ലുമ്പോൾ ആളുകൾ കൈനീട്ടി സ്വീകരിക്കുന്നു പറയുന്നത്. ഇപ്പോൾ പ്രഭാസ് സാർ ആണെങ്കിൽ ലാസ്റ്റ് ഇവിടെ കേരളത്തിൽ വന്ന സമയത്ത് ജയറാമേട്ടനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, സ്റ്റേജിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് കയറ്റിക്കൊണ്ടൊക്കെ പോകുന്ന ഒരു സീൻ കണ്ടായിരുന്നു. പ്രഭാസ് സാറൊക്കെ ആയിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണ്? അല്ല, എല്ലാവരും നമുക്ക് തരുന്ന ഒരു സ്നേഹം, ബഹുമാനം, വളരെ സന്തോഷം തോന്നും. അത് മറ്റു ഭാഷകളിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യം അവരെയും കണ്ട് പഠിക്കേണ്ടതാണ്. റെസ്പെക്റ്റ്, അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന റെസ്പെക്റ്റാണ്, മലയാളം എന്നുള്ള ഭാഷയ്ക്ക് കിട്ടുന്നതാണ്, നമ്മൾ ചെയ്തിട്ടുള്ള സിനിമകൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റാണ്. മമ്മൂട്ടിയും മോഹൻലാലും നമുക്ക് ഉണ്ടാക്കി തന്ന റെസ്പെക്റ്റാണ്. പറയാതിരിക്കാൻ പറ്റില്ല. ആ 2 നെടും തൂണുകൾ കഴിഞ്ഞ് 40-45 വർഷമായിട്ട് നിന്ന് മലയാള സിനിമയ്ക്ക് ലോകം മുഴുവൻ ഉണ്ടാക്കി തന്നിട്ടുള്ള പേരാണ്. ഇന്നും ആ മറ്റ് ഭാഷകളിൽ ചെല്ലുമ്പോൾ ഒരു അതിശയത്തോടു കൂടി പറയും, ഇതാണ് സർ,
മമ്മൂട്ടി സാർ, ലാൽ സാറൊക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരുടെ രൂപം അവർ കാത്തു സൂക്ഷിക്കുന്നത്, ഇപ്പോഴും അവർ ഒരേ ലെവലിൽ 40-45 വർഷമായിട്ട് നിൽക്കുന്നത്, ഇത്ര വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. അമ്മയ്ക്കും സാർ അത് ഇത് പറയും, അവരുണ്ടാക്കി തന്ന പേരാണ്. അതിൻ്റെ പുറകെ നമ്മളവിടെ ചെല്ലുമ്പോൾ ആ റെസ്പെക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് മനസ്സിലോട്ട് പോകുന്നത്? ഇപ്പം ജയറാമേട്ടനിലേക്ക് വരുമ്പോഴേക്കും ജയറാമേട്ടനിലൊക്കെ ആകർഷിച്ച എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുമല്ലോ. கொஞ்சம் நல்லபடியா சொல்லுங்கோ. அந்த ஜெயராம் அப்படி ரொம்ப பெரிய ஆளாக்கும், அந்த ஆளு ரொம்ப பெரிய ஆளு. சொல்லுங்கோ சொல்லுங்கோ சொல்லுங்கோ. அதுதான் தமிழ், அவருக்கு நல்லா தமிழ் புரியும். நான் சொல்றேன், கொஞ்சம் அந்த திருவனந்தபுரம் பார்டர், பார்டர்ல அந்த பார்டர்ல இருந்து பேசிடலாம், அங்கிருந்தே தொடங்கிடலாம். பார்டர் லெவல்ல அந்த கலைக்கு விளக்கி இப்புறம் வந்து பேசலாம். கொஞ்சம் பார்டர். ഈ ഇദ്ദേഹത്തിനോടൊപ്പമൊക്കെ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്ന തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ഇവരൊക്കെയാണ് നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു വലിയ ഒരു സ്വപ്നമൊക്കെ നമുക്ക് മനസ്സിൽ ഒക്കെ ഇട്ട് തരുന്ന. ഇവരുടെയൊക്കെ കുഞ്ഞുനാൾ മുതൽ ഇവരുടെ സിനിമയൊക്കെ കണ്ട് മിമിക്രി, ആദ്യം മിമിക്രി ആയിരുന്നു. അപ്പോൾ അത് ജയറാമേട്ടൻ്റെയൊക്കെ മിമിക്രികളൊക്കെ കണ്ട് അതൊക്കെ നമ്മളിലേക്ക് ഒരു പ്രചോദനമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവരോടൊപ്പമൊക്കെ അഭിനയിക്കാനൊക്കെ അത് എന്തോ ഒരു 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 ഈശ്വരാനുഗ്രഹം. സെന്തിലേക്ക് വിടുക. ഞാൻ 10-35 വർഷമായിട്ട് മലയാള സിനിമയിലുണ്ട്. ഈ 10-35 വർഷമായിട്ട് ഈ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുള്ള അതേ ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്ര വർഷമായിട്ട് നമ്മൾ നിൽക്കുന്നു. ഈ രണ്ടുപേരെ അടുത്ത് കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് എൻ്റെ അതിശയം മാറിയിട്ടില്ല. സത്യമായിട്ട് ഞാൻ പറയാണ്, എത്ര നേരം വേണമെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും. ഈ രണ്ട് അണ്ണന്മാര് വേറെ ലെവല് തന്നെയാണ് രണ്ടുപേരും. പക്ഷെ ജയറാമേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ജയറാമേട്ടനോടുള്ള റെസ്പെക്ട് കൂടുന്നു അല്ലേ? കൊതി മാറിയിട്ടില്ല, അവരെ കൊതി മാറിയിട്ടില്ല, രണ്ടെണ്ണത്തിനെ കണ്ട് കൊതി മാറിയിട്ടില്ലേ. ജയറാമേട്ടൻ്റെ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്തുണ്ടായിരുന്ന നമ്മുടെ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അവരൊക്കെ വളരെ കോമഡിയൊക്കെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇപ്പോൾ ആ ഒരു പാറ്റേൺ ഒക്കെ ഒന്ന് സ്വിച്ച് ചെയ്തിട്ട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. ഇപ്പം ഓസ്ലറിലാണെങ്കിൽ ജഗദീഷ് ഏട്ടനുണ്ട്, അതുപോലെ ഇപ്പം ഭയങ്കരമായിട്ടുള്ള മാറ്റം വന്നിട്ടുള്ള രണ്ടുപേരാണ്. ജഗദീഷും അതിനു മുമ്പ് ഇന്ദ്രൻസ് ഭയങ്കരമാണ്, സമ്മതിക്കണം. എങ്ങനൊരു മാറ്റമാണ് അവരുണ്ടാക്കിയത് ലൈഫിൽ, ഭയങ്കരം തന്നെയാണ്. ഈ നമ്മുടെ ഈ ഒരു ഓസ്ലർ എന്ന് പറയുന്ന ഒരു മൂവിയിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ, ഒരു സിനിമയുടെ ഏറ്റവും സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു പല ഫാക്ടേഴ്സ് ചേരുമ്പോഴായിരിക്കും. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊമനൻ്റ് ആയിട്ടുള്ള കുറേ ആക്ടേഴ്സ് ഉള്ള ഒരു മൂവിയെ കുറിച്ചാണ് ഈ ഓസ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ആ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂട്ടത്തിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഓരോ ക്യാരക്ടേഴ്സിനും അത്ര ആപ്റ്റായിട്ട് ഇതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത് മാത്രമല്ല പറഞ്ഞത്, ബാക്കി ഇപ്പോൾ ഇപ്പുറത്തേക്ക് ആര്യയാണെങ്കിലും ആര്യം നമുക്കൊരു പോലീസായിട്ട് തന്നെ തോന്നും, അങ്ങനെ തന്നെ. അതേപോലെ ദിലീഷ് പോത്തനാണെങ്കിലും ജഗദീഷ് ആണെങ്കിലും പിന്നെ അനൂപ് മേനോൻ ഒരു ഡോക്ടറായിട്ട് ഫോറൻസിക് സർജനായിട്ടാണ്. ഇതിനകത്ത് എല്ലാം ഓരോ ക്യാരക്ടറും അങ്ങ് ജീവിച്ചൊക്കെയാണ് കഥാപാത്രമായിട്ട്. ആ ഒരു ലൈവ്ലി ഫീൽ നമുക്ക് ഉറപ്പായിട്ടും തിയേറ്ററിലും കണക്ട്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്? ഉറപ്പായിട്ടും നോർമൽ സിനിമകൾ കാണാറുണ്ടോ തിയേറ്ററിൽ? ഒന്നും മിസ്സാക്കാറില്ല മാക്സിമം. ഏതെങ്കിലും പടം തിയേറ്ററിൽ കാണാൻ പറ്റാണ്ട് OTT-യിൽ കണ്ടിട്ട് അയ്യോ അത് തിയേറ്ററിൽ കാണേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഏതായിരുന്നു? നമ്മളാണ് അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്യാം. അല്ല, പക്ഷെ അത് OTT മൂവി ആയിരുന്നു. എനിക്ക് മിന്നൽ മുരളി ഒന്ന് തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും അവർ സിനിമ വൻ വിജയമായി തീരട്ടെ. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അത്രത്തോളം നമുക്ക് എക്സ്പെക്ടേഷൻസ് തരുന്ന ഒരു മൂവിയാണ്. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ട്രെയിലർ കണ്ടില്ലായിരുന്നു? ട്രെയിലർ തീർച്ചയായിട്ടും കണ്ടു. പിന്നെ ഉറപ്പായിട്ടും ആ ട്രെയിലറിന്റെ മൂഡിലുള്ള സിനിമയാണ്. അപ്പൊ പിന്നെ പ്രോമിസിംഗ് ആണ്. ആ ട്രെയിലറിന്റെ അതേ മൂഡ് കീപ്പ് ചെയ്യുന്ന സിനിമയാണ്. അഞ്ചാം പാതിര പോലെ എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്യാതിരുന്നാൽ മതി. അതാണ് എനിക്ക്. അതെ, മിഥുനും അതാണ്. അഞ്ചാം പാതിര പോലെ വന്നില്ല, അല്ലെങ്കിൽ അഞ്ചാം പാതിര പോലെ അല്ല സിനിമ എന്ന് പറയരുത്. കാരണം അഞ്ചാം പാതിര അല്ല സിനിമ, അല്ലേ? അത് വേറൊരു സിനിമ, ഇത് വേറൊരു സിനിമ. ഓസ്ലർ വേറെ. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. അപ്പൊ എന്താണെങ്കിലും ആ ഒരു സിനിമയും നിങ്ങളുടെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സും പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കട്ടെ. വലിയൊരു വിജയം നേരിട്ടെ സിനിമ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ബൈ.